വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഹോം മെയ്ഡ് റോസ് വാട്ടർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കുകയാണ്. അപ്പോൾ നമുക്ക് റോസ് വാട്ടർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ റോസ് വാട്ടറിനെ പറ്റി ഞാൻ പറയേണ്ടതില്ല, നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നല്ല ഒരു ബെനിഫിറ്റൊക്കെ തരുന്ന നല്ല ഒരു സ്കിന്നൊക്കെ നല്ല ടോണാക്കി വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മുടെ റോസ് വാട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് റോസ് വാട്ടർ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുമ്പേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ കുഞ്ഞു ബെൽ ബട്ടൺ കൂടെ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം. റോസ് വാട്ടർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യം റോസാപ്പൂ തന്നെയാണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു 3-4 റോസാപ്പൂ പറിച്ചെടുക്കാം. അപ്പം ഞാനിപ്പോൾ റോസാപ്പൂ പറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ റോസാപ്പൂ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴുകാം. അപ്പം നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് നേരം ഇട്ട് വെച്ചിരിക്കണം. അതിന് ശേഷമാണ് നമ്മൾ കഴുകിയെടുക്കുന്നത്. ഇപ്പം ഞാനിപ്പോൾ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പൂവിൻ്റെ പെറ്റൽസൊക്കെ ഒന്ന് ഇറുത്തെടുക്കാം. പെറ്റൽസൊക്കെ ഞാനിപ്പോൾ ഇറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിൽ കുറച്ച് ചൂടുവെള്ളം തിളപ്പിക്കണം. അതിലേക്ക് ഒന്ന് പെറ്റൽസൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കിയെടുക്കണം. റോസാപ്പൂവിൻ്റെ കളറൊക്കെ മാറി ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഫുള്ളായിട്ട് കളറൊക്കെ മാറി വരുന്നുണ്ട്. നന്നായിട്ട് തിളച്ചിട്ട് ആ സമയത്ത് നമുക്കൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കണം. പെറ്റൽസൊക്കെ മാറ്റിയിട്ട് ഡ്രെയിൻ ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാൻ പെറ്റൽസൊക്കെ മാറ്റി ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണ് നമ്മുടെ ഗ്ലിസറിലാണ് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. പിന്നെ ഒരു സ്പൂൺ ഹണിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തെടുത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു ചൂടാറിയതിന് ശേഷം നമുക്കൊരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റാം. സ്പ്രേ ബോട്ടിലേക്ക് തന്നെ ഇപ്പം നമ്മുടെ ടോണറായിട്ടൊക്കെ നല്ലതായിട്ട് യൂസ് ചെയ്യാം. നമ്മുടെ റോസ് വാട്ടർ ആണെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ pH ബാലൻസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ എക്സസ് ഓയിലൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ റെഡ്നെസ് ഒക്കെ കുറയ്ക്കാനായിട്ടും ഇറിറ്റേഷനൊക്കെ കുറയ്ക്കാനായിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ പോർട്സിലൊക്കെ ഉള്ള ഡർട്ടൊക്കെ ഒന്ന് കളയാനായിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ്. റോസ് വാട്ടറിൽ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ധാരാളം ഉള്ളതിനാൽ നമുക്ക് പൊള്ളല്, മുറിവ്, ചതവ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ റോസ് വാട്ടറിൻ്റെ ഗുണങ്ങളെ പറ്റി എല്ലാം അറിഞ്ഞല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.